ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് തിങ്കളാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ. തിങ്കളാഴ്ച നമ്മൾ പ്രൊഡക്റ്റ് അയക്കാൻ പോണ ഭാഗമാണ്. അപ്പോൾ എന്നും ഈ അടുക്കള കിടന്നുള്ള റൗണ്ട് അടിക്കലല്ലേ കാണുന്നത്. അപ്പോൾ ചുമ്മാ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്നിട്ട് ചുമ്മാ അങ്ങ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോയപ്പോഴാണ് എടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ പോയിട്ട് വന്നപ്പോഴത്തേക്കും തീരെ പറ്റണില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ ചൂടും വെയിലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ ഒരു ആധിക്യം കൂടുതലും മനസ്സിലാവുന്നത്. അപ്പോൾ പോയിട്ട് തിരിച്ച് വന്നപ്പം നന്നായിട്ട് ദാഹിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ അച്ചക്കൂട്ടന് ഈ സ്കൂളിൽ പോകാൻ നേരത്ത് ടാങ്കാണ് കലക്കി കൊടുത്തു വിട്ടത്. പച്ചവെള്ളം കൊടുത്താൽ പിള്ളേർ കുടിക്കുകയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ടാങ്ക് കലക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമാണ്. അല്ല നാരങ്ങ വെള്ളം ഉണ്ടെങ്കിൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുത്തു വിടും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ടാങ്ക് കലക്കി കൊടുത്തേ. അപ്പോൾ അതിൻ്റെ ബാലൻസ് കുറച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് ഒരു ഇത്തിരി എന്നാ പറയണേ തണുത്ത വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇച്ചിരി പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് അങ്ങ് കുടിക്കാമെന്ന് വെച്ചു കേട്ടോ. നമ്മൾ ഈ വെയിലത്തുനിന്ന് കയറി വരുമ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ആശ്വാസം. പിന്നെ ഇച്ചിരി തൈര് വാങ്ങിച്ചിട്ട് വന്നു. കുറേ ദിവസം ഞാൻ പറഞ്ഞായിരുന്നോന്നറിയില്ല, ഞാൻ ഒഴിച്ചാൽ ഒരിക്കലും എൻ്റെ തൈര് ശരിയാവുകയില്ല. എന്താണെന്ന് വെച്ചാൽ റെഡിമെയ്ഡ് തൈര് വാങ്ങിച്ചിട്ട് നമ്മൾ ഈ ഒഴിക്കണതേ അതിന് കൂടിയല്ല. അപ്പോഴാണ് ഞാൻ ബസ് ഇറങ്ങിയപ്പോൾ ആ കടയിൽ കയറിയപ്പോൾ നാടൻ തൈരില്ലേ നമ്മുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവെക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ കുറച്ച് തൈരുണ്ട്. അപ്പോൾ ആ ചേച്ചിയോടും ചോദിച്ചു, ചേച്ചി ഈ തൈര് ഒഴിച്ചാൽ കൂടുമോ? കൂടുന്ന ടൈപ്പാണോ എന്ന് ചേച്ചി പറഞ്ഞു. ആ കൂടും, ഇത് വീടുകളിൽ നിന്ന് അങ്ങനെ നാടൻ തൈരാണ്, അതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇത് ഒഴിച്ച് നോക്കണം ഇന്ന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഈ വേനൽക്കാലത്തൊക്കെ ഇച്ചിരി തൈരൊക്കെ വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ പോയിട്ട് വരുമ്പോൾ ഇച്ചിരി സംഭാരം പോലെയൊക്കെ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ അത്ര ഹെൽത്തി ആയിട്ട് വേറെ ഒന്നുമില്ല, നമ്മുടെ ശരീരത്തിനും നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ കുറേ ദിവസമായി പിന്നെ ഇങ്ങനെ പറയണു, തൈരില്ല, നീ തൈര് കൂട്ടണില്ല എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. നമ്മൾ കൂട്ടി വെച്ച ഇത് തന്നെ അവസ്ഥ, വെറുതെ പാല് കളയും. അതുകൊണ്ടാണ് കൂട്ടി വെക്കാണ്ടിരിക്കുന്നത് കേട്ടോ. അതിപ്പം ചായ ആയിട്ട് കുടിച്ചാൽ ചായ ആയിട്ടെങ്കിലും ഇതാവുമല്ലോ എന്ന് ഓർത്തു. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം. ഈ വെയിലത്തുനിന്ന് കയറി വന്ന് നമുക്കറിയാലോ, ഭയങ്കര പാടാണ്. ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ തന്നെ അല്ലേ. ഫാൻ വെച്ചാലും കൂടെ വേർത്തോണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വെള്ളം കുടിച്ചു, ഇച്ചേരം അവിടെ ഇരുന്നു. പിന്നെ കുറച്ച് പണികളുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഒന്ന് ചെയ്തു വെച്ചു. വീടൊക്കെ ഒന്ന് തുടച്ച് പെറുക്കി ഇട്ടു കേട്ടോ. അപ്പോൾ ഇച്ചിരി ഇരുന്നിട്ടാണ് വീടൊക്കെ തുടച്ചത്. വീട് തുടച്ചപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ എന്താ പറയണേ, എല്ലാം കൂടെ എടുക്കാനും ഒന്നും പറ്റണില്ലായിരുന്നു. അപ്പോൾ ഒന്നിപ്പം അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. പിന്നെ ഒരു 2-2:30 ആയി കേട്ടോ ഞാൻ ചോറിനാൻ എടുക്കുമ്പോൾ തക്കാളിക്കാണ് ഇന്ന് കറി വെച്ചത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ ഗോതമ്പ് ദോശയും കടലക്കറിയായിരുന്നു. എൻ്റെ കടലക്കറി അവിടെ ഇരിപ്പുണ്ട്, ഗോതമ്പ് ദോശ ഇച്ചിരി ഉണ്ട്. അപ്പോൾ അത് മക്കൾക്ക് വൈകുന്നേരം വരുമ്പോൾ കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ചോറെടുത്തു. എനിക്ക് തക്കാളിക്കറി തന്നെ കഞ്ഞിക്ക് കൂട്ടാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് തൈര് കൂട്ടാമെന്ന്. തൈരാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ചോറിനാൻ പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കേട്ടോ തൈര്. എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു അമ്മയുണ്ട്, അവളുടെ ഒരു അമ്മയുണ്ടെന്നല്ല, അവളുടെ അമ്മ പറയുമായിരുന്നു ശ്രുതിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം തൈരാണ്. അപ്പോൾ ശ്രുതി വരുമ്പോൾ എനിക്ക് ഉണ്ടാക്കി വെക്കുകയും ചെയ്യായിരുന്നു കേട്ടോ. അതുപോലെ ചീരത്തോരൻ, ഈ വേലിച്ചീര എന്നൊക്കെ പറയല്ലോ, പച്ചിലത്തോരൻ, ഞാൻ ചെല്ലുമ്പോൾ ചേച്ചി അതൊക്കെ ഉണ്ടാക്കി വയ്ക്കുക. എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങൾ അതൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ തൈരെടുക്കുമ്പോഴും ചീരയൊക്കെ തോരൻ വയ്ക്കുമ്പോഴും എപ്പോഴും ആ അമ്മേനെ ഓർക്കും. പിന്നെ ഇച്ചിരി കാന്താരി മുളകും ഇങ്ങടെ അങ്ങ് പൊട്ടിച്ചിട്ട് കൂട്ടണം. അപ്പോൾ അത് മതി ഇന്നത്തെ ചോറിന് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചോറ് കഴിക്കുന്നവർ, ഇഷ്ടമുള്ളവർ കമൻ്റ് ഇടണം കേട്ടോ. ഇതിപ്പോൾ സാധാരണക്കാരാണോ? എന്നായാലും ഞാൻ ഇങ്ങനെ കഞ്ഞി കുടിക്കുകയാണ്. അപ്പോൾ ഇച്ചിരി ഉപ്പ് ഒഴിച്ചു. ഇതിൻ്റെ അത്രയും വേറെ ഒന്നും വരത്തില്ല. മീനും ഇറച്ചിയൊക്കെ പോയി പണി നോക്കാൻ പറയും. 2 കഷ്ണം പപ്പടം കൂടെ എടുത്തു. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ ചോറൂണ് ഇങ്ങനെയായി. തക്കാളിക്കറി ഒന്നും ഇതിൻ്റെ ഒപ്പം 7 ഇലക്കത്തോടെ വരികയില്ല കേട്ടോ. അപ്പം ഞാനേ ചോറിണ്ടിട്ട് വരാം. അപ്പോൾ ചോറൂണൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മക്കൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചുക്കൂടും ഞാനിട്ടും ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഞാൻ ചുമ്മാ ഒരു ബൈറ്റ്സ് പോലെ ഒരു മിഠായി വാങ്ങിച്ചാണ് കൊടുത്താണ്. കൊണ്ടുവന്ന വഴി അവന്മാരത് കംപ്ലീറ്റ് ആക്കി. എന്നും പറയും, അമ്മ എനിക്കൊന്നും വാങ്ങിച്ചു തരില്ല എന്നുള്ള പരാതിയായിരുന്നു. അപ്പോൾ ആ പരാതി അങ്ങ് തീരട്ടെ എന്ന് വെച്ചിട്ട് വാങ്ങിച്ചാണ് കൊടുത്തതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ വെയിലൊക്കെ ആയിട്ട് പോയതല്ലേ, അപ്പോൾ ചുമ്മാ ഒരു ഫേസ് പാക്ക് ഇടാമെന്ന് വെച്ചു. നമ്മളെ നോക്കാൻ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്തുക.
അപ്പോൾ ഇതിപ്പോൾ വെളുത്തിട്ട് പാറാനോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മുടെ സ്കിന്നിൽ ഇച്ചിരി എന്താ പറയുക, ഇച്ചിരി ഡള്ളായി എന്ന് തോന്നുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്യും കേട്ടോ. എന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നല്ല ഒരു സ്കിൻ നന്നായിട്ട് ഇരിക്കും. അപ്പോൾ എനിക്ക് എന്നും യൂസ് ചെയ്യാൻ പറ്റാറില്ല, അതുകൊണ്ട് തന്നെ സ്കിന്നൊക്കെ മുഴുവൻ ഡള്ളായി. നേരത്തെ ഞാനാണെങ്കിൽ ബ്യൂട്ടി ടിപ്സിൻ്റെ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ പരീക്ഷിക്കുകയോ ഫേസിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യുമായിരുന്നു. എന്നും തന്നെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ അന്നേരമൊക്കെ എല്ലാവരോടുള്ള അയൽവക്കത്തുള്ള ആൾക്കാരൊക്കെ പറയുമായിരുന്നു, ശ്രുതി ബ്യൂട്ടി ടിപ്സിൻ്റെ ഞാൻ തുടങ്ങിയിട്ട് ശ്രുതിയെ നന്നായി വന്നതെന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു കേട്ടോ. സ്കിൻ നന്നായിട്ട് വരുമായിരുന്നു, നന്നായിട്ട് ആയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ സ്കിന്നിങ്ങനെ ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ നന്നായിട്ട് ഇതായിപ്പോയി. അപ്പടി ഇപ്പം ഫുള്ള് പാടാണ്, ഫേസ് ഫുള്ള് പാടും, ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാമായിട്ട് നന്നായിട്ടിരിക്കണം, ഫസ്റ്റായിട്ടിരിക്കണം. അപ്പോൾ ഞാൻ ഇച്ചിരി കടലമാവും ഇച്ചിരി ഓറഞ്ച് പീൽ പൗഡറും പിന്നെ ഇച്ചിരി മുൾട്ടാണി മിട്ടിയും കൂടെ ഇട്ടിട്ട് തൈരും കൂടെ മിക്സ് ചെയ്ത് ആണ് തേക്കണത് കേട്ടോ. നല്ല അടിപൊളിയാണ്. നമ്മൾ ഈ വെയിലിട്ടുണ്ടാകുന്ന കരുവാളിപ്പൊക്കെ മാറാനൊക്കെ നല്ലതാണ്. ഇപ്പോൾ ഈ ഓറഞ്ച് പീൽ പൗഡർ ഇല്ലെങ്കിൽ ഇച്ചിരി നാരങ്ങാനീര് ചേർത്താലും മതി കേട്ടോ. അത് നാരങ്ങാനീര് ചേർക്കുമ്പോൾ ഒത്തിരി ചേർക്കരുത്, ഒരു സ്പൂണൊക്കെ ചേർത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ അറിയാലോ, ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യണം, അലർജി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ പറയണേ, എനിക്കത് എങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് അറിയത്തില്ല. എപ്പോഴും നമ്മൾ സ്വയം സ്നേഹിക്കാൻ പഠിക്കണം എന്നാണ് പറയണേ. ഞാനൊക്കെ മറന്നുപോയൊരു കാര്യമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാന്ന് നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളോടാന്ന് പറയും, അല്ലെങ്കിൽ അങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ പേര് പറയില്ലേ. നമ്മളെല്ലാവരും സ്നേഹിക്കണം, പക്ഷേ കൂടുതലായിട്ട് നമ്മളെ തന്നെ സ്നേഹിക്കണം എന്നാണ് പറയുക. എങ്കിലേ നമുക്ക് നാളെ ഒരു കാലത്ത് ഒരു നിരാശ ഉണ്ടാവാണ്ടിരിക്കുകയുള്ളൂ എന്ന്. എന്നെയൊക്കെ സംബന്ധിച്ച് പിന്നെ നിരാശയേ ഉള്ളൂ. അപ്പോൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുവാണ് കേട്ടോ. മുടിയാണെങ്കിൽ ഒരു കുന്നാണ് പോണത്. നമ്മുടെ ഒരു അവസ്ഥയൊന്നും ആലോചിക്കണേ. എണ്ണ തേക്കാൻ മേല, താളി തേക്കാൻ മേല, ഇതൊക്കെ തേച്ചുകൊണ്ട് എൻ്റെ മുടിയാണ്. ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് സങ്കടം വന്നു. എന്തായാലും നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നാളെ തല കറങ്ങണ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് ചേച്ചി പറഞ്ഞു കേട്ടോ, മൈഗ്രെയിൻ്റെ പ്രശ്നം, അത് ഹോസ്പിറ്റലിൽ പോയി ശ്രുതിന്ന്. മൈഗ്രെയിൻ്റെ പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ അതായിരിക്കാം ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ ഓക്കെ ആവണത്. എന്തായാലും നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒരുപാട് പേര് ഓരോരോ കാര്യങ്ങൾ പറയണ്ടായിരുന്നു, ഓരോ മരുന്നിൻ്റെ പേര് വരെ റെക്കമെൻഡ് ചെയ്തു. പക്ഷേ എന്താണെന്ന് അറിയേണ്ടത് നമ്മൾ എങ്ങനെയെന്ന് അതൊക്കെ അപ്ലൈ ചെയ്യണം അല്ലേ. പിന്നെ ഒരു കാര്യം പറയാനുള്ളതേ, എന്താ പറയണേ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ ഒരു ബിസിനസ്സിൻ്റെ ഇത് വേറൊന്നും അല്ല കേട്ടോ. അത് നമ്മൾ ഓരോ പാഠങ്ങൾ ജീവിതത്തിൽ നിന്ന് പഠിക്കുമല്ലേ. ഇപ്പം ഞാൻ പഠിച്ച പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേയ്മെൻറ്റ് ചെയ്തിട്ടേ തുണി വെട്ടാവുള്ളൂ എന്നുള്ളൊരു പാഠമാണ്. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങനെ പറഞ്ഞപ്പം പലരും എന്നെ വിളിച്ച് ചോദിച്ചു, എന്താ പ്രശ്നം എന്ന്. പ്രശ്നം വേറൊന്നുമല്ല, നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരല്ല നമ്മളെ വിളിക്കണമെന്നുള്ള കാര്യം മനസ്സിലായി. സ്റ്റിച്ച് ചെയ്ത് വെക്കണതിന് മുമ്പ് എന്തായാലും പേയ്മെൻറ്റ് വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്യാവുള്ളൂ. നമ്മളതൊന്നും അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. എന്നുവെച്ചാൽ സ്റ്റിച്ച് ചെയ്ത് വെക്കാൻ പറയുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെക്കും, സ്റ്റിച്ച് ചെയ്ത് വെച്ചതിന് ശേഷമൊക്കെ പേയ്മെൻറ്റ് അടച്ചാൽ മതി എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് വിപരീത ഫലങ്ങളാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് അങ്ങനെ ചെറിയ ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വരാനുള്ള വന്നു, അത് കൂടുതലൊന്നും പറയാനില്ല. പിന്നെ ഒരുപാട് പേര് മെസ്സേജ് കിട്ടാറും ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഇനി എന്തായാലും ഓർഡർ വരുമ്പം അതിനനുസരിച്ച് നമ്മൾ പെരുമാറുള്ളൂ, ഇത്രേ ഉള്ളൂ. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ലവർക്കും നല്ല ആൾക്കാരും ഉണ്ടാവും, ചീത്ത ആൾക്കാരും ഉണ്ടാവും. ചീത്ത എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടുള്ള ആൾക്കാരും ഉണ്ടാവും. അതിപ്പോൾ എല്ലാ ഭാഗത്തും അങ്ങനെയാണ്. നമുക്കത് അനുഭവം വരുമ്പം ഇതാക്കുന്നു മാത്രം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്ക് തേക്കാനുണ്ടായിരുന്നു. അപ്പോൾ വിളക്ക് തേക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഞാൻ വിളക്ക് തേക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ചാരയില്ലേ, നമ്മൾ അടുപ്പിലെ ചാരം, ആ ചാരം വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ ആദ്യം വിളക്കിനകത്ത് എണ്ണയൊക്കെ കളഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിരുന്നു കേട്ടോ വിളക്ക് വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ അറിയാലോ, ചേരിയിരിക്കുമ്പോൾ ഇങ്ങനെ ക്ലാവ് പിടിച്ചോണ്ട് പച്ച കളറിൽ മുഴുവൻ ഇങ്ങനെ അകത്തുണ്ടായിരുന്നേ. ഞാൻ ശരിക്കുമ്പോൾ മനസ്സിലാവും, അടുത്ത വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതാണ്. അപ്പോൾ മുഴുവൻ ഇങ്ങനെ ഇതായി ഇരിക്കുമായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കഴുകി കളയും കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ പാത്രം തേക്കണ ലിക്വിഡില്ലേ, ആ ലിക്വിഡ് ഒരു ലേശം എടുക്കും, അതിനോടൊപ്പം തന്നെ ചാരം എടുക്കും. എന്നിട്ട് ഇത് ആദ്യം നമ്മളൊരു ഈ കൂട്ട് കവറില്ലേ, ഈ പലഹാരമൊക്കെ വരുന്ന കവറുകളില്ലേ, ആ കവർ വെച്ചിട്ടാണ് ഞാൻ തേക്കണത്, പ്ലാസ്റ്റിക് കവറ്. അപ്പോൾ ആദ്യം ഒരു ഇച്ചിരി എന്നാ പറയണേ, ആ ഒരു ലിക്വിഡെ മുക്കിയിട്ട് ചാരത്തേലേക്ക് മുക്കും. അപ്പോൾ ആ ചാരവും ലിക്വിഡും കൂടെ മിക്സായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് അങ്ങ് തേക്കും. നല്ല അസലായിട്ട് വെളുത്ത് വരും കേട്ടോ.
വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, വിളക്ക് നന്നായിട്ട് വെളുത്ത് വരും. പിന്നെ ആ എണ്ണയുള്ള ഭാഗം, അതായത് നമ്മളെ തിരിയിടുന്ന ഭാഗം മാത്രം നമ്മൾ ആദ്യം സോപ്പ് ഉപയോഗിച്ച് ഒന്ന് കഴുകിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് ചാരമിട്ട് കഴുകിയിട്ട് സോപ്പിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകുക. അതെന്ന് വെച്ചാൽ ഈ ചാരം ചെല്ലുമ്പം ഇച്ചിരി ഒന്ന് ഇതാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ അത്രയും ഞാൻ ചെയ്യാറുള്ളൂ. നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് വെളുത്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ഹോം റെമഡി ഉണ്ട് നമുക്ക് വിളക്ക് തേക്കാനായിട്ട്, ഇഷ്ടികപ്പൊടിയും ഒക്കെ. അതൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു തന്നത്. ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കട്ടോ. ചാരം എടുക്കുക, ലേശം ലിക്വിഡ്. അപ്പോൾ ലിക്വിഡ് തന്നെ വേണമെന്നൊന്നുമില്ല, ഇപ്പോൾ ബാറായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഇരുന്ന് നിന്നൊക്കെയാണ് തേച്ച് നിൽക്കണത്. എന്ന് വെച്ചാൽ കുനിഞ്ഞ് കുറച്ച് നേരം ഇരിക്കുമ്പോൾ നടുവിന് വേദനയുണ്ട്, അതാണ് കേട്ടോ. അങ്ങനെ വിളക്കൊക്കെ കൊണ്ടുവച്ചു. പിന്നെ ഇവന്മാരെ എത്തിച്ചേരും പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ സന്ധ്യയായപ്പോൾ വിളക്കൊക്കെ വെച്ചു. വിളക്ക് വെച്ച് കഴിഞ്ഞിട്ട് ആണ് പിന്നെ വീഡിയോ എടുത്തത് കേട്ടോ. വിളക്ക് വെച്ച് നാമജലമൊക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാൻ മറ്റൊന്നും തോന്നിയില്ല. അപ്പോൾ ഇതാ സന്ധ്യ സമയമായി, നല്ല ഇരുട്ടായി കേട്ടോ. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കഞ്ഞി അടുപ്പത്തിടണം. എന്നും കഞ്ഞിയൊന്നും അല്ല കേട്ടോ ഇവിടെ. മിക്കവാറും വീഡിയോ എടുക്കുന്ന ദിവസം ഇവിടെ കഞ്ഞിയാണ്. അതായത് ചോറ് തികയാണ്ട് വരുന്ന ദിവസങ്ങളിലാണ് കഞ്ഞിയായിട്ട് ഉണ്ടാക്കണേ. പിന്നെ ചോറായിട്ട് ഉണ്ടാക്കാൻ നിൽക്കുകയില്ല. എനിക്കും മക്കൾക്കും കഞ്ഞിയായിട്ട് വെക്കും. ബിനുവേട്ടനുള്ള ഇച്ചിരി ചോറ് ഉണ്ടാവും, അപ്പോൾ അത് ബിനുവേട്ടന് കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇച്ചിരി ചോറ് കുറവാണ്, അതുകൊണ്ട് ഇച്ചിരി കഞ്ഞി അടുപ്പ് ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനിയും മക്കളെ കുറച്ച് നേരം ഇവിടെ ഇരുത്തി പഠിപ്പിക്കണം. അങ്ങനെ മക്കളവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഞാൻ ഈ ജോലികളൊക്കെ ചെയ്യണത്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.